ഓണക്കാലത്തെ വിപണി ഇടപെടലിനായി സപ്ലൈകോയ്ക്ക് 225 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ 120 കോടി അധികമായി അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 100 കോടി നൽകിയിരുന്നു. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വീണു, ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോയ്ക്ക് ഇപ്പോൾ തുക അനുവദിക്കാൻ 225 കോടി അനുവദിക്കാൻ ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. സപ്ലൈകോ നേരത്തെ ആവശ്യപ്പെട്ടത് 500 കോടി രൂപയായിരുന്നു. കരാറുകാരുടെ കുടിശ്ശികയടക്കം കൊടുത്തു തീർക്കണമെങ്കിൽ 500 കോടി രൂപ വേണമെന്നുള്ളതായിരുന്നു സപ്ലൈകോയുടെ ആവശ്യം. എന്നാൽ ഇപ്പോൾ 225 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബജറ്റ് വിഹിതത്തിന് പുറമെ 120 കോടി രൂപ കൂടി സപ്ലൈകോയ്ക്ക് അധികമായി അനുവദിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ ധനവകുപ്പ് വ്യക്തമാക്കുന്നു. ഈ വർഷത്തെ ബജറ്റിൽ 205 കോടി രൂപയാണ് സപ്ലൈകോയ്ക്ക് നീക്കിവെച്ചിരുന്നത്. ഇതിൽ 100 കോടി രൂപ കഴിഞ്ഞ മാസം അനുവദിച്ചിരുന്നു. ബാക്കി 105 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 120 കോടി രൂപ കൂടി അധികമായി നൽകാൻ ധനവകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഇതോടുകൂടി സപ്ലൈകോയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. കാരണം കരാറുകാർക്ക് നൽകാനുള്ള തുക നൽകുന്നതോടെ ഇവർ ടെൻഡറിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ സപ്ലൈകോ വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ സപ്ലൈകോ ടെൻഡർ വിളിച്ചെങ്കിലും കരാറുകാർ ഇതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് വിപണി ഇടപെടൽ നടത്താൻ സപ്ലൈകോയ്ക്ക് അവസരം കൂടി ലഭിക്കുന്നു. വേണു. ശരി, വി.എ. ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.